നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മൂന്നാർ ദൗത്യം തുടരുമ്പോഴും വ്യാജ പട്ടയം നിർമ്മിക്കാൻ കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയില്ല. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചും അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതൃത്വം രംഗത്ത്. വ്യാജ പട്ടയഭൂമിക്ക് കരം സ്വീകരിച്ചതിനടക്കം അന്വേഷണം നടത്തണമെന്നും ആവശ്യം. തൊടുപുഴ നഗരമധ്യത്തിലെ റെസ്റ്റോറന്റിൽ പട്ടാപ്പകൽ ഭക്ഷണം കഴിക്കാനെത്തിയ കോളേജ് വിദ്യാർത്ഥിനിയെ തടഞ്ഞുവെച്ച് അപമാനിച്ച ശേഷം മർദ്ദിച്ചതായി പരാതി. കൂടെ എത്തിയ സഹപാഠികൾക്കും ക്രൂരമർദ്ദനമേറ്റു. അക്രമികൾ നടത്തിയ കത്തിവീശലിൽ വിദ്യാർത്ഥികളിൽ ഒരാൾക്ക് മുറിവേറ്റു. കട്ടപ്പന നഗരസഭാ പരിധിയിൽ തെരുവ് കച്ചവടം നടത്തുന്നവർക്ക് പ്രത്യേക ഇടവും ലൈസൻസും നൽകാൻ നഗരസഭാ കൗൺസിൽ തീരുമാനം. മലയോര ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 20 ഏക്കർ പാലത്തിന് സമീപം കുടിയിറക്ക് ഭീഷണി നേരിടുന്ന കുടുംബത്തെ വെള്ളയാങ്കുടിയിലെ നഗരസഭാ വക സ്ഥലത്ത് പുനരധിവസിപ്പിക്കാനും നടപടി. സംസ്ഥാനത്ത് കോഴിയിറച്ചിയുടെ വില കുതിച്ചുയരുന്നു. 1.5 മാസം കൊണ്ടുണ്ടായിരിക്കുന്നത് 70 രൂപയുടെ വർധനവ്. ഇതോടെ 1 കിലോ കോഴിയിറച്ചിയുടെ വില 160 രൂപ പിന്നിട്ടു. വിശദമായ വാർത്തകൾ. മൂന്നാർ ദൗത്യം തുടരുമ്പോഴും വ്യാജപട്ടയം നിർമ്മിക്കാൻ കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയില്ല. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചും അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തി. വ്യാജ പട്ടയഭൂമിക്ക് കരം സ്വീകരിച്ചതിനടക്കം അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യം. മൂന്നാർ ദൗത്യത്തിന്റെ ഭാഗമായി ഇതുവരെ 12 കയ്യേറ്റങ്ങളിലാണ് നടപടി സ്വീകരിച്ചത്. ടിസൺ തച്ചങ്കരിയുടെ മൂന്നാർ കേറ്ററിംഗ് കോളേജിന്റെ ഭാഗമായ 7.5 ഏക്കറും കഴിഞ്ഞ ദിവസം ഏറ്റെടുത്ത വെള്ളൂക്കുന്നേൽ ജിജീസ്കറിയ, ഭാര്യ അനിത ജിജി എന്നിവർ കൈവശപ്പെടുത്തിയ 3 ഏക്കറും റിസോർട്ടും ഉൾപ്പെടെയുള്ള വൻകിട കയ്യേറ്റങ്ങളും ഒഴിപ്പിച്ചു. ഇവയിൽ പലതും വ്യാജ പട്ടയ ഭൂമിയാണ്. ഭൂമി കയ്യേറി വ്യാജ പട്ടയം ഉണ്ടാക്കിയതിനൊപ്പം ഇത്തരം ഭൂമിയിൽ വൻകിട കെട്ടിടങ്ങളും നിർമ്മിച്ചു. വ്യാജ പട്ടയത്തിൽ കരമടയ്ക്കുന്നതിന് ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്യാതെ സാധിക്കില്ല. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചും അന്വേഷണം നടത്തണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. ഈ വ്യാജ പട്ടയങ്ങൾ കള്ളനോട്ടടിക്കുന്നത് പോലെ എവിടെയെങ്കിലും അടിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ വ്യാജ പട്ടയങ്ങളുടെ മറവിൽ ഭൂമി തട്ടിയെടുത്ത് വില്ലേജ് രേഖകളിലും അതുപോലെ തന്നെ താലൂക്ക് ഓഫീസിലെ രേഖകളിലും തണ്ടപ്പേര് പിടിക്കുക, മറ്റ് രേഖകളിലൊക്കെ ഇത് ചേർക്കുക എന്ന പ്രക്രിയ അത് ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടു കൂടി മാത്രമേ ചെയ്യാൻ പറ്റൂ. ഇപ്പൊ ചിന്നക്കനാലിൽ ഏതെങ്കിലും ഒരു ഭൂമിക്ക് വ്യാജപ്പട്ടയം ഉണ്ടാക്കിയാൽ ആ വ്യാജപ്പട്ടയത്തിന്റെ പേരിൽ വില്ലേജ് രേഖകൾ, പ്രത്യേകിച്ച് BTR രജിസ്റ്ററിൽ തണ്ടപ്പേര് പിടിക്കണം. തണ്ടപ്പേര് പിടിക്കണമെങ്കിൽ റവന്യൂ ഉദ്യോഗസ്ഥരുടെ സഹായമില്ലാതെ ഒരിക്കലും വില്ലേജ് രേഖയിൽ തണ്ടപ്പേര് പിടിക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ ഭൂമി ഏറ്റെടുക്കുന്നതോടൊപ്പം സർക്കാർ അടിയന്തരമായി അന്വേഷിക്കേണ്ടത് ഏതൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥരാണ് ഈ വ്യാജരേഖയാൽ കൈവശപ്പെടുത്തിയ സ്ഥലത്തിന്റെ തണ്ടപ്പേര് പിടിക്കുന്നതിനും വില്ലേജ് രേഖകളിൽ ഇത് ചേർക്കുന്നതിനും സഹായം ചെയ്തു കൊടുത്ത ഉദ്യോഗസ്ഥന്മാർ ആര്, അതിനെക്കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടക്കണം. അങ്ങനെ അന്വേഷണം നടത്തി ആ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയും അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ച് അവരിൽ നിന്നും സർക്കാർ ഭൂമി നഷ്ടപ്പെടുത്തിയതിനുള്ള നഷ്ടപരിഹാരം ഈടാക്കുകയും ചെയ്താൽ ചിന്നക്കനാലിലെ വ്യാജ പട്ടയ നിർമ്മാണം അത് പെട്ടെന്ന് തന്നെ നിർത്താൻ അല്ലെങ്കിൽ അവസാനിപ്പിക്കാൻ സർക്കാർ. ലക്ഷങ്ങൾ കൈപ്പറ്റിയാണ് ഉദ്യോഗസ്ഥർ ഭൂമാഫിയയ്ക്ക് കൂട്ടുനിന്നതെന്നാണ് ആരോപണം. തൊടുപുഴ നഗരമധ്യത്തിലെ റെസ്റ്റോറന്റിൽ പട്ടാപ്പകൽ ഭക്ഷണം കഴിക്കാനെത്തിയ കോളേജ് വിദ്യാർത്ഥിനിയെ തടഞ്ഞുവെച്ച് അപമാനിച്ച ശേഷം മർദ്ദിച്ചതായി പരാതി. കൂടെ എത്തിയ സഹപാഠികൾക്കും ക്രൂരമർദ്ദനമേറ്റു. അക്രമികൾ നടത്തിയ കത്തിവീശലിൽ വിദ്യാർത്ഥികളിൽ ഒരാൾക്ക് മുറിവേറ്റു. സംഭവത്തിൽ 4 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ തൊടുപുഴ ന്യൂമാൻ കോളേജിൽ നടക്കുന്ന വടംവലി മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. ഇതിൽ ഒരു വിദ്യാർത്ഥിനിയും 3 സഹപാഠികളും ചേർന്ന് മങ്ങാട്ടുകവലിയിലുള്ള കെയ്പാൻ റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാനെത്തി. ഭക്ഷണം കഴിക്കവേ അടുത്ത മേശയ്ക്ക് ചുറ്റുമിരുന്നിരുന്ന 4 യുവാക്കളിൽ പെൺകുട്ടിയുടെ തൊട്ടുപിറകിലിരുന്നയാൾ ദേഹത്ത് മനഃപൂർവ്വം ചാരിയതിനെ ചൊല്ലി തർക്കമുണ്ടായി. ദേഹത്ത് തട്ടിയ യുവാവിനെ പെൺകുട്ടി രൂക്ഷമായി നോക്കിയപ്പോൾ യുവാക്കൾ പരസ്യമായി അശ്ലീല പദപ്രയോഗം നടത്തി. ഇതോടെ വീണ്ടും തർക്കം മൂർച്ഛിക്കുകയും തുടർന്ന് തന്റെ കരണത്ത് അടിക്കുകയും ചെയ്തെന്ന് പെൺകുട്ടി നൽകിയ പരാതിയിൽ പറയുന്നു. ഇതോടെ ഭയന്ന് പുറത്തിറങ്ങിയ വിദ്യാർത്ഥികളെ 4 പേരും കൂടി തടഞ്ഞുവെച്ച് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു.
യുവാക്കളിൽ ഒരാൾ കത്തിയെടുത്ത് വീശിയപ്പോൾ ഒരു വിദ്യാർത്ഥിയുടെ മൂക്കിന് മുറിവേൽക്കുകയും ചെയ്തു. ആക്രമണത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതികളിൽ ഒരാളുടെ ബൈക്ക് നാട്ടുകാർ പോലീസിനെ ഏൽപ്പിച്ചു. സംഭവത്തിൽ വിദ്യാർത്ഥിനിയുടെ മൊഴിയെടുത്ത തൊടുപുഴ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. പ്രതികളെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചതായും ഉടൻ പിടിയിലാകുമെന്നും പോലീസ് പറഞ്ഞു. ആക്രമികളിൽ ഒരാൾ നിരവധി കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള കുപ്രസിദ്ധ ഗുണ്ടയും കാപ്പ നിയമപ്രകാരം ജയിലിലടയ്ക്കുകയും ചെയ്തയാളാണെന്നും പോലീസ് സൂചിപ്പിച്ചു. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. കട്ടപ്പന നഗരസഭാ പരിധിയിൽ തെരുവ് കച്ചവടം നടത്തുന്നവർക്ക് പ്രത്യേക ഇടവും ലൈസൻസും നൽകാൻ നഗരസഭാ കൗൺസിൽ യോഗം തീരുമാനിച്ചു. മലയോര ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 20 ഏക്കർ പാലത്തിന് സമീപം കുടിയിറക്ക് ഭീഷണി നേരിടുന്ന കുടുംബത്തെ വെള്ളയാങ്കുടിയിലെ നഗരസഭാ വക സ്ഥലത്ത് പുനരധിവസിപ്പിക്കാനും കൗൺസിലിൽ തീരുമാനമായി. നഗരസഭാ പരിധിയിൽ തെരുവ് കച്ചവടം നടത്തുന്നവർക്ക് കട്ടപ്പന പുളിയന്മല റോഡിൽ ഓറഞ്ച് ഹോട്ടലിന് സമീപം 3 പേർക്കും, പള്ളിക്കവല അമ്പലക്കവല റോഡിൽ സാരിമഠം ജംഗ്ഷനിൽ 4 പേർക്കും, വെള്ളയാങ്കുടി റോഡിൽ മാസ് ഹോട്ടലിന് എതിർവശത്ത് 3 പേർക്കും, കുട്ടിക്കാനം റോഡിൽ സിവിൽ സ്റ്റേഷന് എതിർവശത്തും, ചെരുപ്പ് കുത്തുന്നവർക്ക് പോലീസ് സ്റ്റേഷന് എതിർവശത്തും സൗകര്യമൊരുക്കും. തെരുവ് കച്ചവടക്കാർക്ക് വെൻഡിംഗ് സർട്ടിഫിക്കറ്റ് അനുവദിക്കും. പാതയോരങ്ങൾ കയ്യേറിയുള്ള അനധികൃത കച്ചവടങ്ങൾ ഒഴിപ്പിക്കും. പുളിയന്മല നെടുങ്കണ്ടം പാതയിൽ മീൻ വ്യാപാരത്തിനായി സ്ഥലം നൽകണമെന്ന് ആവശ്യപ്പെട്ട് നവകേരള സദസ്സിൽ നൽകിയ പരാതി നഗരസഭയുടെ പരിഗണനയ്ക്ക് എത്തിയിരുന്നു. എന്നാൽ സ്വകാര്യ വ്യാപാരങ്ങൾക്ക് പാതയോരങ്ങളിൽ സ്ഥലം നൽകുന്നത് നഗരസഭയുടെ ചുമതലയല്ലെന്ന് കൗൺസിലിൽ അഭിപ്രായമുയർന്നു. മലയോര ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 20 ഏക്കർ പാലത്തിന് സമീപം കുടിയിറക്ക് ഭീഷണി നേരിടുന്ന സ്ത്രീയെ വെള്ളയാങ്കുടിയിലെ നഗരസഭാ വക സ്ഥലത്ത് പുനരധിവസിപ്പിക്കും. ഇവർക്ക് സ്വകാര്യ വ്യക്തി വീട് നിർമ്മിച്ചു നൽകാനുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. 20 ഏക്കർ മുതൽ ഇടുക്കിക്കവല വരെയുള്ള ഭാഗത്ത് റോഡിന്റെ ഇരുവശങ്ങളിലും സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കുന്നതിന് കൗൺസിൽ തീരുമാനിച്ചതായും നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി പറഞ്ഞു. മലയോര ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 20 ഏക്കറിൽ പാലത്തിൻ്റെ സൈഡിൽ താമസിക്കുന്ന അമ്മിണി എന്ന് പറയുന്ന വ്യക്തിക്ക് മുനിസിപ്പാലിറ്റിയുടെ വക 3 സെൻറ്റ് സ്ഥലം വെള്ളയാങ്കുടിയിൽ കൊടുക്കുവാൻ ഇന്ന് നഗരസഭാ കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ കൊടുത്തില്ല എങ്കിൽ അവിടെ നമ്മുടെ റോഡിൻ്റെ പാലത്തിൻ്റെ വികസനം നടക്കാതെയും റോഡിൻ്റെ വികസനം നടക്കാത്ത സാഹചര്യത്തിൽ അത് ഭരണസമിതിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുനിസിപ്പാലിറ്റിയുടെ കൈവശമുള്ള 3 സെൻറ്റ് സ്ഥലം കൊടുക്കുക എന്ന് നഗരസഭാ കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട്. കട്ടപ്പനയിലെ തെരുവ് കച്ചവടക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വ്യാപാരികളുടെ നിരന്തരമായ പരാതി ഇങ്ങനെ വ്യാപകമായ തെരുവ് കച്ചവടം നടക്കുന്നു എന്നുള്ളത് പരിഹരിക്കുന്നതിന് വേണ്ടി 4 വെൻഡിംഗ് സോണുകൾ നഗരസഭയിൽ നിശ്ചയിച്ച് കൊടുക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ പുളിയമലയിലെ മീൻ കച്ചവടവുമായി ബന്ധപ്പെട്ട് നവകേരള സദസ്സിൽ ഒരു പരാതി ലഭിച്ചത് കൗൺസിൽ പരിഗണിക്ക് വന്നിരുന്നു. അവിടെ നഗരസഭയ്ക്ക് സ്ഥലം ഇല്ലാത്ത സാഹചര്യത്തിൽ നഗരസഭയ്ക്ക് അവിടെ ഒരു മീൻ കച്ചവടം നടത്തുന്നതിനുള്ള അനുമതി കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. അത്തരമാണ് ഇന്ന് പ്രധാനമായി കൗൺസിൽ തീരുമാനം. കട്ടപ്പന DYSP ഓഫീസിന് സമീപത്തെ റോഡിൽ ഇരുമ്പ് വേലി സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട തുക കരാറുകാരന് അനുവദിക്കാൻ തീരുമാനമായി. ശുചിത്വ മിഷനുമായി ചേർന്ന നഗരസഭയിലെ വാർഡുകളെ സ്വച്ഛ് വാർഡുകളാക്കി പ്രഖ്യാപിക്കും. അടുക്കളത്തോട്ടം പദ്ധതിയിൽപ്പെടുത്തി മൺചട്ടി വിതരണം ചെയ്യുന്നതിന് ലഭിച്ച കൊട്ടേഷനുകൾ പ്രകാരം നഗരത്തിലെ CR ഹൈടെക് നഴ്സറിക്ക് ചുമതല നൽകാൻ കൗൺസിൽ തീരുമാനിച്ചു. സംസ്ഥാനത്ത് കോഴിയിറച്ചിയുടെ വില കുതിച്ചുയരുന്നു. 1.5 മാസം കൊണ്ട് 70 രൂപയുടെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതോടെ 1 കിലോ കോഴിയിറച്ചിയുടെ വില 160 രൂപ പിന്നിട്ടു. കടയിലെത്തി വിലയറിയുമ്പോൾ മലയാളികൾ കോഴിയിറച്ചി വാങ്ങുന്നില്ലെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ജനുവരി അവസാനം 125 രൂപയായിരുന്ന കോഴിയിറച്ചിയുടെ വില ഇപ്പോൾ 160 രൂപയിലെത്തി. വരും ദിവസങ്ങളിലും വില കൂടാനാണ് സാധ്യത. ഇറച്ചിക്കോഴികളെ കിട്ടാനില്ലാത്തതാണ് വിലക്കയറ്റത്തിന്റെ പ്രധാന കാരണമെന്ന് പതിവ് പോലെ മൊത്ത വ്യാപാരികൾ പറയുന്നു. കോഴിക്കുഞ്ഞിന്റെ വില 16 നിന്ന് 37 രൂപയിലേക്ക് കുതിച്ചതും വിലക്കയറ്റത്തിന് കാരണമാണെന്ന് വ്യാപാരികൾ പറഞ്ഞു. ഈ സാഹചര്യത്തിൽ എന്ന് വെച്ചാൽ കർഷകർക്ക് ഇതുകൊണ്ട് ഇപ്പം നമുക്ക് കോഴി ഉണ്ടായിരുന്നെങ്കിൽ ഒരുമാതിരി വിലയുണ്ട്, നമുക്കും നേട്ടമായിരുന്നു. പക്ഷേ ഇപ്പോഴെന്ന് വെച്ചാൽ ഈ കച്ചവടം ചെയ്യുന്നവർക്ക് പോലും നമുക്ക് ഒന്നും കിട്ടാത്ത ഒരവസ്ഥയാണ്. കാരണം ഇതേപോലെ വില കൂടി നിൽക്കുന്ന സമയത്ത് ഒന്നാമത് നോയമ്പ് നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോയമ്പ് ഉത്സവം അങ്ങനെയുള്ള സമയത്തെന്ന് വെച്ചാൽ ഇതിൻ്റെ വില കുറയുന്നത് 90 രൂപയ്ക്ക് വരെ നമ്മൾ വിറ്റിട്ടുണ്ടായിരുന്ന സമയമുണ്ടായിരുന്നു ഈ കഴിഞ്ഞ വർഷം. അത് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് 150 രൂപ 160 രൂപ വിലയായി. ഇതിപ്പോൾ സാധാരണക്കാരന് മേടിക്കാൻ ഒരു മാർഗ്ഗമില്ല. അതേപോലെ തന്നെ പന്നി, പോത്ത്, മീൻ ഇതിനെല്ലാം ഈ നോയമ്പ് കാലത്ത് ഒരു ഭയങ്കര വിലയില്ല. കോവിഡിന് ശേഷം പല കാരണങ്ങൾ കൊണ്ട് തന്നെ പിന്നീട് ഒരിക്കലും നല്ല വ്യാപാരം ഉണ്ടായിട്ടില്ലെന്നാണ് കച്ചവടക്കാരുടെ അഭിപ്രായം. മുൻപുണ്ടായിരുന്ന വ്യാപാരത്തിന്റെ 30% മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്.
അതിനാൽ വില കൂടുന്നത് വാങ്ങാനെത്തുന്നവർക്ക് മാത്രമല്ല കച്ചവടക്കാർക്കും തിരിച്ചടിയാകുന്ന അവസ്ഥയാണ് നിലവിൽ. ബന്ധുവീട്ടിലെ നായ കുരച്ചു ചാടിയതിന്റെ പ്രകോപനത്തിൽ യുവാവ് നായയെ പാറയിൽ അടിച്ചു കൊന്നു. നെടുങ്കണ്ടം സന്യാസിയോടയിലാണ് സംഭവം. ആക്രമണം നടത്തിയ സന്യാസിയോട സ്വദേശിയായ കളപ്പുരമറ്റത്തിൽ രാജേഷിനെ അറസ്റ്റ് ചെയ്ത ശേഷം ജാമ്യത്തിൽ വിട്ടു. കുടുംബ വഴക്കിനെ തുടർന്നാണ് സംഭവം. കഴിഞ്ഞ ദിവസം സഹോദരി രജനിയുടെ വീട്ടിലെത്തിയ രാജേഷ് സഹോദരിയുടെ മരുമകളുമായി വാക്കുതർക്കമുണ്ടാക്കി. തുടർന്ന് ഇവരെയും പ്രായമായ സ്ത്രീയെയും മർദ്ദിച്ചു. വീട്ടുകാരെ മർദ്ദിക്കുന്നത് കണ്ടതോടെ പൂട്ടിയിട്ടിരുന്ന നായ കുരയ്ക്കുകയായിരുന്നു. ഇതോടെ പ്രകോപിതനായ രാജേഷ് തുടലിൽ നിന്ന് പട്ടിയെ അഴിച്ച ശേഷം സമീപത്തെ പാറയിൽ അടിച്ചു കൊലപ്പെടുത്തി. പോമറീനിയൻ ഇനത്തിൽപ്പെട്ട വളർത്തുനായിയാണ് ചത്തത്. നിരന്തരം ഈ സ്വത്ത് തർക്കത്തിനാണ് ഇവൻ പ്രശ്നങ്ങൾ നമ്മളോട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. സ്ഥലം അളന്നൊന്നും തിരിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ പണിക്കാർ വരുമ്പോഴും 10 പേരോളം ഉണ്ട്. ഈ പണിക്കാർ വരുമ്പോൾ എല്ലാ പ്രാവശ്യം വരുമ്പോഴത്തേന് ഒരേ നേര കയറ്റി ഇവൻ ചെടിയിൽ നിന്ന് കായെടുക്കും അവൻ. അപ്പോഴൊക്കെ പണിക്കാരെന്നോട് പറയും, ഇത് എളുപ്പ് ചേച്ചിക്ക് തന്നെ ശല്യമായി വരും, ചേച്ചി അതിനു മുമ്പേ ആരേലും അറിയിച്ച് ഈ പറമ്പ് റെഡിയാക്കണമെന്ന് പറയും. അപ്പോഴും ഞാനോർക്കും കൂടപ്പറപ്പല്ലേ പോട്ടെ, അവനെ നാണക്കേടല്ലേ എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് ഞാൻ ആരോടും പറയാറില്ലായിരുന്നു. വീണ്ടും അവൻ പ്രശ്നങ്ങൾ ഓരോന്നായി നമ്മുടെ വീട്ടിലേക്ക് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോഴത്തേന് നീ എന്തിനാ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്, ഞങ്ങളോട് നിനക്ക് ഏറിയയിലും കൂടുതൽ സ്ഥലം അവനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, എന്നിട്ട് പോലും അവൻ നമ്മളോട് നിരന്തരം ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് നീ എന്തിനാണ്, നിനക്ക് അമ്മയും അച്ഛനും കൂടി ബാലഗ്രാമിൽ 1.5 ലക്ഷം രൂപയോളം 3 ലക്ഷം രൂപയുടെ പറമ്പാ അത്. 1.5 ലക്ഷം രൂപ അന്നും അമ്മയും അച്ഛനും കൂടെ ഉണ്ടാക്കി കൊടുത്തതാ. പക്ഷെ അതൊക്കെ അവൻ പറയുന്നത് ഒന്നും തന്നിട്ടില്ല എന്നാ. പിന്നെ നിരന്തരം എന്നും വന്ന് വഴക്കെന്ന് പറഞ്ഞാൽ ഞങ്ങളെ വെട്ടും കുത്തും, പെട്രോൾ ഒഴിച്ച് തീ കത്തിക്കും. പല ദിവസങ്ങളായി ഞങ്ങളോട് ഇത് തന്നെയാ പറയുന്നത്. സ്വത്ത് എഴുതി വാങ്ങിയ ശേഷം രാജേഷ് അമ്മയെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടെന്നും മർദ്ദിക്കാറുണ്ടെന്നും ഇവർ ആരോപിക്കുന്നു. അങ്ങനെ ബഹളം ഉണ്ടായി ഞങ്ങളെ കൊല്ലും, പെരയ്ക്ക് പെട്രോൾ ഒഴിക്കും, ഈ കുഞ്ഞുങ്ങളെ ഞാൻ തകർക്കും, ആരുമില്ലെങ്കിൽ ആരുമില്ലാത്ത സ്ഥലത്ത് പോയി ഇവന്മാരെ ഞാൻ കൊല്ലും എന്നൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് ഞങ്ങളെ ഭീഷണി എന്ന് പറഞ്ഞാൽ നീ എൻ്റെ അമ്മയല്ല, നീ ദുഷ്ടയാ എന്നൊക്കെയാ പറയുന്നത്. സ്ഥലം എഴുതിച്ചു. എന്നെ വിളിച്ചോണ്ട് ഒരു ദിവസം വിളിച്ചോണ്ട് പോയി, ഇവിടെ പിണക്കിച്ചേച്ച് വിളിച്ചോണ്ട് പോയിട്ട് ഇവൻ സ്ഥലമല്ല എൻ്റെ പേര് കിടന്ന, എൻ്റെ അച്ഛൻ്റെ പേര് കിടന്ന എല്ലാം കൂടെ, ഭർത്താവിൻ്റെ പേര് കിടന്ന എല്ലാം കൂടെ ഇവൻ എഴുതി ഇവൻ്റെ പേരിലാക്കി വെച്ചേക്കുക. പിന്നെ അത് കഴിഞ്ഞ് 2-3 മാസം കഴിഞ്ഞപ്പോഴാണ് എനിക്കിട്ട് അടിക്കുന്നത്. അടിച്ചങ്ങനെയാ അതാ കാരണം ഇറക്കി വിട്ടത്. പണം മുഴുവൻ പെൻഷൻ കിട്ടുന്ന മുഴുവൻ ഇവൻ 4-ാം തീയതി ആകുമ്പോൾ പറയും, അമ്മേ വാ പോയി പെൻഷൻ എടുത്തോണ്ട് തരാൻ പറയും. അങ്ങനെ ഞാൻ പോയി ഇങ്ങനെ നിരന്തരം അവന് മാസം 4-ാം തീയതി ആകുമ്പോൾ ഈ പെൻഷൻ എടുത്തോണ്ട് കൊടുക്കണം. എൻ്റെ പൈസ ഇവൻ്റെ കഴുത്തേ കടന്നു, എൻ്റെ മകളുടെ കഴുത്തേലും അതിലും എല്ലാം കടന്ന് ഊരി മേടിച്ചു കഴിഞ്ഞുണ്ടാക്കിയത് ഇവിടെ വന്നു കഴിഞ്ഞ് ഇവൻ എന്നും ഇവന് പൈസ വേണം. അങ്ങനെ ഞങ്ങളോട് ഭയങ്കര ശല്യമായി, അടിയായി. പിന്നെ എന്നെ ഇവിടെ ഈ പറമ്പിൽ കൊണ്ടിട്ട് അടിച്ച് ഒരു ഭയങ്കര കാപ്പിവടി എടുത്ത് തലക്കെട്ട് ഇങ്ങനെ ഓങ്ങുക. അന്നേരം ഞാൻ കാറിയപ്പോൾ എൻ്റെ പുറത്തിട്ട് അടിച്ചു. അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് എന്ന് ശല്യം എൻ്റെ ഈ സ്ഥലം കാരണം ഈ പ്രശ്നം. സഹോദരിക്ക് ലഭിച്ച കുടുംബവിഹിതം ആവശ്യപ്പെട്ടാണ് രാജേഷ് ഇപ്പോൾ നിരന്തരം ശല്യം ഉണ്ടാക്കുന്നതെന്നും പ്രായമായ അമ്മയെ ഉപദ്രവിക്കുന്നതെന്നും ഇവർ ആരോപിച്ചു. ഉപ്പുതറ, കണ്ണമ്പടി, കിഴുകാനം മേഖലകൾ തസ്കര ഭീഷണിയിൽ. രാത്രിയാകുന്നതോടെ വീടുകളിൽ മോഷണ ശ്രമം നടക്കുന്നതായി പ്രദേശവാസികൾ പറയുന്നു. ഇതോടെ ഭീതി പരത്തുന്ന മോഷ്ടാവിനെ പിടികൂടാൻ ഉറക്കമളച്ചിരിക്കുകയാണ് മേഖലയിലെ ജനങ്ങൾ. 2 ആഴ്ചക്കാലമായിട്ടാണ് ആദിവാസി മേഖലയായ കണ്ണമ്പടി, കിഴുകാനം മേഖലയിൽ ഭീതി പരത്തി മോഷ്ടാവിന്റെ ശല്യം തുടരുന്നത്. രാത്രി 12 മണിയാകുന്നതോടെ ഒറ്റപ്പെട്ട ഇടങ്ങളിലുള്ള വീടുകൾ കേന്ദ്രീകരിച്ചാണ് മോഷ്ടാവ് എത്തുന്നത്. വീട്ടുകാർ ഉറങ്ങിയെന്ന് ഉറപ്പിച്ച ശേഷം വീടിനുള്ളിൽ കയറുമെങ്കിലും ആളുകൾ എഴുന്നേൽക്കുന്നതോടെ ഇയാൾ ഇറങ്ങിയോടുകയാണ് പതിവ്. മേഖലയിലെ പല വീടുകൾക്കും അടച്ചുറപ്പുള്ള വാതിലുകളില്ല. ഇത് മുതലാക്കിയാണ് മോഷണ ശ്രമങ്ങൾ നടക്കുന്നതെന്ന് പ്രദേശവാസിയായ ലതിക രാമകൃഷ്ണൻ പറയുന്നു. സംഭവിച്ചാലോ ചോദിച്ചാൽ ഞങ്ങളും കഥക് വലിച്ച് അടച്ചാ കിടക്കുന്നത്. താഴെ വീടുകലായിരുന്നു, കുറ്റി വീടുന്നില്ല, ഞങ്ങൾ അങ്ങനെയായിട്ട് കിടക്കുന്നത്. അന്നേരം ഒരൊറ്റ ബഹളം ഒന്നും കേട്ടില്ല. ഒരു 12 മണിയായി രാത്രി. ഞാൻ ലൈറ്റിട്ട് നോക്കുമ്പോൾ 12 മണിക്കായി ആൾ വന്നേക്കുന്നത്. വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ലൈറ്റിട്ട കൂട്ടത്തിൽ ചാടി വീണ് ഇറങ്ങി പോവുക ചെയ്തു. അല്ലാതെ ഒന്നും എടുത്തുകൊണ്ടൊന്നും പോയില്ല. ലൈറ്റിട്ട കൂട്ടത്തിൽ എങ്ങോട്ടാ ഇറങ്ങി പോയെന്ന് എനിക്കറിയത്തില്ല. ഓടി പോകുന്നതാണ് കണ്ടത്. തസ്കര ശല്യം കൂടിയതോടെ മേഖലയിലെ ആളുകൾ ആശങ്കയിലാണ്. മോഷണ ശ്രമത്തിനിടെ പലതവണ ആളുകളുടെ മുന്നിൽ മോഷ്ടാവ് പ്രത്യക്ഷപ്പെട്ടുവെങ്കിലും ഞൊടിയിടയിൽ ഇയാൾ കടന്നുകളയുകയാണ് ചെയ്യുന്നത്. കൃഷിയിടവും വനങ്ങളും നിറഞ്ഞ മേഖലയിലേക്ക് ഓടിമറയുന്നതുകൊണ്ട് മോഷ്ടാവിനെ പിന്തുടർന്ന് പിടികൂടുന്നതും അസാധ്യമാണെന്ന് ഊരുമൂപ്പനായ മദന മോഹനൻ പറഞ്ഞു. 2 ആഴ്ചയായിട്ട് ഇവിടെ സ്ഥിരമായിട്ട് കള്ളശല്യമാണ്.
വാക്കത്തി കിടുകാനം കേന്ദ്രീകരിച്ചാണ് ഈ കള്ളൻ ഇങ്ങനെ ഇറങ്ങുന്നത്. 2 ആഴ്ചയായിട്ട് ഇവിടുത്തെ പിള്ളേർ സെറ്റ് എല്ലാം ഉറക്കമുളച്ച് ഇവനെ പിടിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. പക്ഷേ ഇതുവരെ പിടുത്തം നടന്നിട്ടില്ല. ഇവിടെ നമുക്കറിയാത്തില്ലാത്ത വഴികൾ പോലും അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഇതിൻ്റെ പിന്നിൽ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും എന്നാലും അടിയന്തരമായിട്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇടപെടലുണ്ടായി ഇവനെ പിടിക്കണമെന്നുള്ളതാണ് ഇവിടുത്തുകാരുടെ മൊത്തം ഒരു ആവശ്യം. കാരണം ഇവിടെ ഇപ്പം 6 വീടുകളിൽ അടുത്തടുത്തായിട്ട് 2 ആഴ്ചയ്ക്കുള്ളിൽ 6 വീടുകളിൽ കയറിയിട്ടുണ്ട്. ഒരു വീട്ടിൽ നിന്ന് അവരുടെ വീടിൻ്റെ മേളിലിട്ടിരുന്ന കാപ്പിക്കുരു വരെ വാരിക്കൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കള്ളശല്യം തുടങ്ങുവാണെങ്കിൽ നമുക്കിവിടെ ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും ഇവിടുത്തെ ജനങ്ങൾക്ക്. 2 ആഴ്ചക്കാലത്തോളമായി 6ഓളം വീടുകളിലാണ് മോഷ്ടാവ് കയറിയത്. ഇതിൽ ഒരാളുടെ വീട്ടിൽ നിന്ന് 2 ചാക്ക് കാപ്പിക്കുരു അടക്കം അപഹരിക്കുകയും ചെയ്തു. ഒരു വീട്ടിൽ വൈദ്യുത ഫ്യൂസ് ഊരിയതിനു ശേഷമാണ് മോഷണ ശ്രമം നടന്നത്. വളർത്തുനായ്ക്കൾ കുരയ്ക്കുകയും മറ്റ് ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നതും കേട്ട് വീട്ടുടമകൾ ഉണരുന്നതോടെയാണ് മോഷ്ടാവ് കടന്നു കളയുന്നത്. വന്യമൃഗങ്ങളുടെ ഭീഷണി നിലനിൽക്കുന്നതിനോടൊപ്പം തന്നെ മേഖലയിൽ തസ്കര ഭീഷണിയും ആശങ്ക പരത്തുന്നുണ്ട്. വിഷയം വനപാലകരെ അറിയിച്ചതനുസരിച്ച് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ രാത്രികാല പരിശോധനകൾ ആരംഭിച്ചു. തുടർന്ന് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ഇവരുടെ ആവശ്യം. നെടുങ്കണ്ടം സ്വദേശിയായ യുവാവ് ഒറ്റപ്പാലത്ത് ട്രെയിനിൽ നിന്നും വീണു മരിച്ചു. നെടുങ്കണ്ടം പൊന്നാങ്കാണി വലിയ ഉഴയ്ക്കൽ ജ്യോതിഷ് കുമാറാണ് മരിച്ചത്. ഡൽഹിയിലെ ജോലി സ്ഥലത്തേക്ക് പോകുന്നതിനിടയിലായിരുന്നു അപകടം. രാജു ഷീല ദമ്പതികളുടെ മകനാണ്. സംസ്കാരം ഞായറാഴ്ച രാമക്കൽമെട്ട് PRDS ശ്മശാനത്തിൽ നടക്കും. അന്തരീക്ഷ താപനില ക്രമാതീതമായി ഉയർന്ന സാഹചര്യത്തിൽ പീരുമേട് താലൂക്കിലെ തേയിലത്തോട്ടങ്ങളിൽ ജോലി സമയം പുനഃക്രമീകരിച്ചു. തൊഴിലാളികളുടെ ജോലി സമയം പുനഃക്രമീകരിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിറക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. വേനൽ കടുത്തതോടെ സൂര്യാഘാതം ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാലാണ് ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കളക്ടർ ഷീബ ജോർജ് തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ജോലി സമയം പുനഃക്രമീകരിച്ച കഴിഞ്ഞ ദിവസം ഉത്തരവിറക്കിയത്. ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് പീരുമേട് താലൂക്കിലെ തേയിലത്തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ജോലി സമയവും പുനഃക്രമീകരിച്ചത്. തേയിലത്തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ജോലി സമയം രാവിലെ 7 മണി മുതൽ 2 മണി വരെയായാണ് ക്രമീകരിച്ചിരിക്കുന്നത്. തൊഴിലാളികൾക്ക് നിർജ്ജലീകരണം ഒഴിവാക്കുന്നതിന് ജോലി സ്ഥലങ്ങളിൽ കുടിവെള്ളം, വിശ്രമത്തിനായി ഷെഡ്, പ്രാഥമിക ചികിത്സ, മുൻകരുതൽ എന്നിവ തൊഴിൽ ഉടമകൾ ഉറപ്പാക്കണമെന്ന നിർദ്ദേശവും ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട്. തേയിലത്തോട്ടങ്ങൾ ഉൾപ്പെടെയുള്ള തുറസായ ജോലി സ്ഥലങ്ങളിൽ ഈ നിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിന് കളക്ടർ ജില്ലാ ലേബർ ഓഫീസറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലാതല ഇൻക്ലൂസീവ് കായികോത്സവം കട്ടപ്പനയിൽ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിലാണ് ജില്ലാതല ഇൻക്ലൂസീവ് കായികോത്സവം സംഘടിപ്പിച്ചത്. ഹാൻഡ്ബോൾ, ലോങ് ജമ്പ്, ഓട്ടമത്സരം, ബാഡ്മിന്റൺ, ഫൺ ഗെയിംസ്, ക്രിക്കറ്റ് എന്നീ ഇനങ്ങളിലായി 250ഓളം കുട്ടികൾ മത്സരങ്ങളിൽ പങ്കെടുത്തു. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി കായികോത്സവം ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെയുള്ള കുട്ടികളെ ഈ BRCയിലെ അധ്യാപകർ എത്ര സ്നേഹിച്ച് സന്തോഷിച്ചാണ് ഇവരെ പഠിപ്പിച്ചെടുക്കുന്നത്. എനിക്കറിയാം ഇവരെ നോക്കുന്ന കഷ്ടപ്പാട് എന്താണെന്ന്. ഒരു കുഞ്ഞു വീട്ടിലിരുന്നാൽ മാതാപിതാക്കൾ എത്രമാത്രമാണ് വേദനിക്കുന്നത്. പക്ഷെ മാതാപിതാക്കളോടൊപ്പം ഞങ്ങളുണ്ട് എന്ന ലക്ഷ്യബോധത്തോടെ ഓരോ BRCയിലെ അധ്യാപകരും ഈ മാതാപിതാക്കളോടൊപ്പം ഈ കുഞ്ഞുങ്ങളെ കൈക്ക് പിടിച്ച് മുന്നോട്ട് ഇറക്കുകയാണ്. കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ക്രിക്കറ്റ് മത്സരത്തിൽ 10 ടീമുകൾ പങ്കെടുത്തു. ജില്ലാതലത്തിൽ വിജയികളായവർ സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കും. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ IB മോൾ രാജൻ, സ്കൂൾ പ്രിൻസിപ്പൽ മാണി, ഗിരിജാകുമാരി MV, റിൻസിമോൾ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. അനിമോൾ ചന്ദ്രൻ, ഷിജിമോൾ, ജെസീന തോമസ്, ഷജിമോൾ EK, ബെർട്ടിൻ തോമസ്, അജിത് മോഹൻദാസ് എന്നിവരാണ് കുട്ടികളെ പരിശീലിപ്പിച്ചത്. കാഞ്ചാർ തൊപ്പിപ്പാള മറ്റപ്പള്ളി കോളനി റോഡിന്റെ നവീകരണം ആരംഭിച്ചു. 7 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് റോഡ് നവീകരിക്കുന്നത്. റോഡ് സഞ്ചാരയോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ നടത്തിയ തെരുവ് നാടകം വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. നിരവധി ആളുകൾ ദിവസേന ഉപയോഗിക്കുന്ന റോഡ് സഞ്ചാരയോഗ്യമാക്കാത്തതിൽ തെരുവ് നാടകം നടത്തി പ്രതിഷേധിച്ച നാട്ടുകാർ വാർത്തകളിലൂടെ ശ്രദ്ധേയമായിരുന്നു. ഇതിന് പിന്നാലെയാണ് റോഡ് നവീകരണം ആരംഭിച്ചത്. ഏറ്റവും തകർന്നു കിടക്കുന്ന അരയത്തിനാൽപ്പടി ഭാഗത്താണ് നവീകരണം തുടങ്ങിയത്. കയറ്റമുള്ള 40 മീറ്റർ ഭാഗം കോൺക്രീറ്റിംഗാണ് ചെയ്യുന്നത്. കാഞ്ഞാർ പഞ്ചായത്തിൽ 3-ാം വാർഡിൽ തൊപ്പിപ്പാള SC കോളനി റോഡ് പണിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വാർഡിൽ ആകമാനം വെച്ചിരിക്കുന്ന ഫണ്ടെന്ന് പറയുന്നത് 18 ലക്ഷം രൂപയാണ്. അത് ഒന്നാമത്തെ പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത് നമ്മൾ ഈ ഒരു റോഡിനാണ്. 7 ലക്ഷം രൂപയാണ് അതിനിട്ടിരിക്കുന്നത്. അതിൻ്റെ പഞ്ചായത്ത് അംഗീകാരവും കിട്ടി, DPC അംഗീകാരം എല്ലാം കിട്ടി. സെപ്റ്റംബർ മാസത്തോടുകൂടി ടെൻഡർ നടപടികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആദ്യത്തെ ടെൻഡറിൽ ആരും ടെൻഡർ പിടിച്ചില്ല. പിന്നീടാണ് നമ്മൾ കോൺട്രാക്ടർമാരെ കാണുകയും അവരുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഒക്ടോബർ മാസത്തിൽ ടെൻഡർ എടുത്തു.
അത് ടെൻഡർ എടുക്കുമ്പോൾ കോൺട്രാക്ടർമാർക്ക് മാർച്ച് 31-ന് പണി തീർത്താൽ മതിയെന്നുണ്ട്. എന്നാൽ പോലും നമ്മുടെ ആവശ്യപ്രകാരവും ഇവിടുത്തെ ജനങ്ങളെ മാനിച്ചും ജനങ്ങളുടെ യാത്രാ സൗകര്യം മാനിച്ചുകൊണ്ടും നമ്മൾ അടിയന്തരമായിട്ട് ഈ വർക്ക് ചെയ്ത് തീർക്കണമെന്ന് കോൺട്രാക്ടറുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നതാണ്. അതിന്റെ വെളിച്ചത്തിൽ ഇപ്പോൾ ഇന്ന് റോഡ് പണിയുടെ പ്രാരംഭഘട്ടം ആരംഭിച്ചിരിക്കുകയാണ്. 800 മീറ്റർ ദൈർഘ്യമുള്ള റോഡിന്റെ ബാക്കി ഭാഗം റീടാറിംഗ് നടത്തും. 7 ലക്ഷം രൂപയാണ് ഇതിനായി ഗ്രാമപഞ്ചായത്ത് വകയിരുത്തിയിരിക്കുന്നത്. ഉപ്പുതറ വളകോട് കല്ലാറ്റുപാറയിൽ ടേക്ക് എ ബ്രേക്ക് പദ്ധതി ഒരുങ്ങുന്നു. നിരവധി സഞ്ചാരികൾ എത്തുന്ന ഇവിടെ അടിസ്ഥാന സൗകര്യമൊരുക്കാൻ പഞ്ചായത്ത് ബജറ്റിലാണ് തീരുമാനമായത്. 2025ഓടെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് അധികൃതരുടെ ലക്ഷ്യം. വാർത്താ മാധ്യമത്തിലൂടെയാണ് കല്ലാറ്റുപാറയെ സഞ്ചാരികൾ അടുത്തറിഞ്ഞത്. ഇതോടെ സോഷ്യൽ മീഡിയ റീൽസുകളിലടക്കം ഇവിടം തരംഗമായി മാറിയിരുന്നു. ഇതോടെ വാഗമണിലേക്കും മറ്റുമെത്തുന്ന വിനോദസഞ്ചാരികൾ തേടിയെത്തുന്ന ഇടമായി മാറിയിരിക്കുകയാണ് കല്ലാറ്റുപാറ. എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ ഇല്ല എന്നത് മേഖലയ്ക്ക് തിരിച്ചടി സമ്മാനിച്ചിരുന്നു. ഇതിന് പരിഹാരം കാണാനാണ് പഞ്ചായത്ത് ബജറ്റിൽ ടേക്ക് എ ബ്രേക്ക് നിർമ്മിക്കാൻ തീരുമാനിച്ചത്. പഞ്ചായത്തിന്റെ 2ാം വാർഡിന്റെ കല്ലാറ്റുപാറ എന്ന് പറഞ്ഞ വിനോദസഞ്ചാര കേന്ദ്രം, അവിടെ ധാരാളം ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ്. അവിടെ ആളുകൾക്ക് ഒന്ന് ഫ്രഷ് ആകാനോ ഡ്രസ് ചേഞ്ച് ചെയ്യാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയുണ്ട്. നല്ല മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ്. ഈ പ്രാവശ്യം പഞ്ചായത്തിൻ്റെ ബഡ്ജറ്റിൽ അവിടെ ഒരു ടേക്ക് എ ബ്രേക്ക് പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനമായിട്ടുണ്ട്. അടുത്ത 2025 കല്ലാറ്റുപാറയിലെ ഉപ്പുതറ പഞ്ചായത്തിൻ്റെ ഒരു ടേക്ക് എ ബ്രേക്ക് ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ച് പണി പൂർത്തീകരിക്കുമെന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വരുന്ന സഞ്ചാരികൾക്ക് വളരെ പ്രയോജനപ്രദമായ ഒരു കാര്യമായി മാറും. അതോടൊപ്പം തന്നെ അവിടെ ഒരു ബോട്ടിൽ ബൂത്ത്, അപ്പോൾ വരുന്ന ആളുകളെല്ലാം പ്ലാസ്റ്റിക് വലിച്ചെറിഞ്ഞ് കാടിനെയൊക്കെ മലിനമാക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഒരു ബോട്ടിൽ ബൂത്ത് കൂടി അവിടെ സജ്ജമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 2025ഓടെ പദ്ധതി നടപ്പിലാക്കാനാണ് ഭരണസമിതിയുടെ തീരുമാനം. ടേക്ക് എ ബ്രേക്കിനൊപ്പം മാലിന്യം വലിച്ചെറിയാതിരിക്കാൻ ബോട്ടിൽ ബൂത്ത് സംവിധാനം ഒരുക്കാനും അധികൃതർ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. മഴക്കാലമാകുന്നതോടെ ഇവിടേക്ക് സഞ്ചാരികൾ കൂടുതലായി എത്തും. വനാന്തരീക്ഷത്തിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളച്ചാട്ടം തന്നെയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ഒപ്പം ഇവിടുത്തെ ഭൂപ്രകൃതിയും ഇടുക്കി ജലാശയത്തിന്റെ വൃഷ്ടിപ്രദേശ കാഴ്ചകളും സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്ന ഘടകങ്ങളാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുങ്ങുന്നതോടെ പഞ്ചായത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി ഇവിടം മാറുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കേരളത്തിനായി നാഷണൽ ലെവൽ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിനായി ഒരുങ്ങുകയാണ് തൊടുപുഴ സ്വദേശികളായ 2 മിടുക്കന്മാർ. ഹരിയാനയിൽ വെച്ച് നടക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കാൻ തയ്യാറാകുന്ന ഇരുവർക്കും നിലവാരം കൂടിയ സൈക്കിളുകളില്ല. മത്സരത്തിന് ഇത് വെല്ലുവിളിയാകുമോ എന്ന ആശങ്കയിലാണ് ഇരുവരും. ഈ മത്സരത്തിൽ ചവിട്ടി നേടിയ വിജയത്തിൽ നിന്നുമാണ് കേരളത്തെ പ്രതിനിധീകരിച്ച നാഷണൽ മത്സരത്തിനായി ഹരിയാനയിലേക്ക് പോകാൻ തൊടുപുഴ സ്വദേശികളായ അർജുനും അഭിനവിനും അവസരമൊരുങ്ങിയത്. അർജുൻ തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയും അഭിനവ് കുടയത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയുമാണ്. ഇക്കഴിഞ്ഞ തവണ കാളിയാർ എസ്റ്റേറ്റിൽ നടന്ന സംസ്ഥാനതല സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ 2ഉം 3ഉം സ്ഥാനത്ത് എത്തിയതോടെയാണ് ഇരുവരും ദേശീയ മത്സരത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഹരിയാനയിലെ മത്സരത്തിൽ കേരളത്തിനായി മെഡൽ ഉറപ്പിക്കാനാകുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ഇരുവരും. എന്നാൽ നിലവാരം കൂടിയ സൈക്കിളുകൾ ഇല്ലാത്തതും പരിശീലനത്തിനായി മികച്ച സംവിധാനങ്ങൾ ഇല്ലാത്തതും ഇവരെ പ്രതിസന്ധിയിലാക്കുന്നു. ഞാനാണ് കുട്ടികളെ കുറച്ചു നാളായിട്ട് പരിശീലിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ കഴിവ് കണ്ടെത്തിയിട്ടുണ്ട്. ഇനിയുള്ള സഹായങ്ങൾ ഗവൺമെൻറ് ഭാഗത്തുനിന്നും മറ്റുള്ള സ്പോൺസർമാരുടെ ഭാഗത്തുനിന്നും കിട്ടിയാൽ മാത്രമേ ഇവരെ നല്ല നിലയിൽ എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് നിങ്ങളെല്ലാവരുടെയും സഹകരണം ആവശ്യമാണ്. ഞങ്ങളിപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന ന്യൂമാൻ കോളേജിൻ്റെ ഗ്രൗണ്ടിലാണ്. ഇവിടുത്തെ അച്ഛൻ്റെ പെർമിഷനോടുകൂടിയാണ് ഇവിടെ ചെയ്യുന്നത്. ഞങ്ങൾ കുറച്ച് നാളായിട്ട് ഈ ഗ്രൗണ്ടിൽ തന്നെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ അച്ഛൻ്റെ ഒരു പെർമിഷനൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇപ്പം ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയതും സ്റ്റേറ്റിൽ വിൻ ചെയ്യാൻ പറ്റിയതും നാഷണലിൽ പോകാൻ പറ്റും. നാഷണലിൽ പോകുമ്പോഴത്തേക്കും അവിടെ നല്ല വില കൂടിയ സൈക്കിളുകളൊക്കെ ആയിരിക്കും. ഒരു 1.5 ലക്ഷം മേളിലേക്കുള്ള സൈക്കിളുകൾ, 4 ലക്ഷം വരെയൊക്കെ. അപ്പോൾ നല്ല സൈക്കിളുണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും ഈ പ്രാക്ടീസിനോടൊപ്പം തന്നെ
നാഷണലി വിൻ ചെയ്യാനും കൂടുതൽ മത്സരങ്ങളിൽ നാഷണലിൽ തന്നെ വിൻ ചെയ്യാനൊക്കെ സാധിക്കും. മത്സരിക്കുന്നതിനായി നിലവാരം കൂടിയ സൈക്കിളുകൾ സർക്കാരിൽ നിന്നോ സ്പോൺസർമാരിൽ നിന്നോ മറ്റ് സന്നദ്ധ സംഘടനകളിൽ നിന്നോ ലഭ്യമായാൽ കൂടുതൽ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിനും മെഡലുകൾ കരസ്ഥമാക്കുന്നതിനും ഇരുവർക്കും സാധിക്കും. ഇടുക്കി ജില്ലാ സൈക്ലിംഗ് അസോസിയേഷൻ പരിശീലകൻ കൂടിയായ PK രാജേഷിന്റെ നേതൃത്വത്തിൽ തൊടുപുഴ ന്യൂമാൻ കോളേജ് ഗ്രൗണ്ടിലാണ് നിലവിൽ ഇരുവരുടെയും പരിശീലനം പുരോഗമിക്കുന്നത്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. വണ്ടൻമേട് മാസ് എന്റർപ്രൈസസ് ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 257, വിൽപ്പനയ്ക്ക് വന്നത് 83,467, വിൽപ്പന നടന്നത് 82,347, കൂടിയ വില 2,198, ശരാശരി വില 1,499. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 505 രൂപ, ഏലം കൂടിയ വില 1,300, ഏലം ശരാശരി വില 1,200. കാപ്പിപ്പരിപ്പ് 260, ഗ്രാമ്പു 975, കൊക്കോ 130, റബ്ബർ 143. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 5,770 രൂപ, വെള്ളി 76. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മൂന്നാർ ദൗത്യം തുടരുമ്പോഴും വ്യാജ പട്ടയം നിർമ്മിക്കാൻ കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയില്ല. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചും അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതൃത്വം രംഗത്ത്. വ്യാജ പട്ടയഭൂമിക്ക് കരം സ്വീകരിച്ചതിനടക്കം അന്വേഷണം നടത്തണമെന്നും ആവശ്യം. തൊടുപുഴ നഗരമധ്യത്തിലെ റെസ്റ്റോറന്റിൽ പട്ടാപ്പകൽ ഭക്ഷണം കഴിക്കാനെത്തിയ കോളേജ് വിദ്യാർത്ഥിനിയെ തടഞ്ഞുവെച്ച് അപമാനിച്ച ശേഷം മർദ്ദിച്ചതായി പരാതി. കൂടെ എത്തിയ സഹപാഠികൾക്കും ക്രൂരമർദ്ദനമേറ്റു. അക്രമികൾ നടത്തിയ കത്തിവീശലിൽ വിദ്യാർത്ഥികളിൽ ഒരാൾക്ക് മുറിവേറ്റു. കട്ടപ്പന നഗരസഭാ പരിധിയിൽ തെരുവ് കച്ചവടം നടത്തുന്നവർക്ക് പ്രത്യേക ഇടവും ലൈസൻസും നൽകാൻ നഗരസഭാ കൗൺസിൽ തീരുമാനം. മലയോര ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 20 ഏക്കർ പാലത്തിന് സമീപം കുടിയിറക്ക് ഭീഷണി നേരിടുന്ന കുടുംബത്തെ വെള്ളയാങ്കുടിയിലെ നഗരസഭാ വക സ്ഥലത്ത് പുനരധിവസിപ്പിക്കാനും നടപടി. സംസ്ഥാനത്ത് കോഴിയിറച്ചിയുടെ വില കുതിച്ചുയരുന്നു. 1.5 മാസം കൊണ്ടുണ്ടായിരിക്കുന്നത് 70 രൂപയുടെ വർധനവ്. ഇതോടെ 1 കിലോ കോഴിയിറച്ചിയുടെ വില 160 രൂപ പിന്നിട്ടു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.